മതിലു ചാടാനല്ല, ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാനാണ് പാർട്ടി സ്ഥാനാർത്ഥിയും MLA-യുമാക്കിയത്. പത്മജിയെ ആക്ഷേപിച്ച രാഹുലിന് ചുട്ട മറുപടിയുമായി കെ മുരളീധരൻ. പൊളിറ്റിക്കലി തന്തയില്ലാത്തവളെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പത്മജയ്ക്കെതിരെ നടത്തിയ ആക്ഷേപത്തിനാണ് സഹോദരൻ സൂപ്പർ കൗണ്ടർ ഡയലോഗുമായി രംഗത്തെത്തിയത്. മതിലു ചാടാനല്ല, ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാനാണ് പാർട്ടി സ്ഥാനാർത്ഥിയും ജനപ്രതിനിധിയുമാക്കിയതെന്ന് കെ മുരളീധരൻ പറഞ്ഞു. രാഹുൽ പൊതുരംഗത്ത് മാത്രമല്ല ഒരു രംഗത്തും പ്രവർത്തിക്കാൻ യോഗ്യനല്ലെന്നും മുരളി ആഞ്ഞടിച്ചു. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായെന്നും ചില നേതാക്കൾ പിന്തുണച്ചാലും പുകഞ്ഞ കൊള്ളി പുറത്തെന്നും ആ പുകഞ്ഞ കൊള്ളിയെ സ്നേഹിക്കുന്നവർക്കും പുറത്തു പോകാമെന്നും മുരളീധരൻ പരസ്യമായി തുറന്നടിച്ചു. ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിലിന് കോൺഗ്രസ് തറവാട്ടിൽ നിന്ന് എന്നേക്കുമായി പുറത്തേക്കുള്ള വാതിൽ തുറന്നു കഴിഞ്ഞെന്ന് വ്യക്തമായിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് രാഹുലിനെതിരെ പരസ്യമായി മുരളീധരൻ ആഞ്ഞടിച്ചത്. രാഹുലിനെ പിന്തുണയ്ക്കുന്ന കെ സുധാകരൻ അടക്കമുള്ളവർക്ക് താക്കീത് കൂടിയായി മാറിയിരിക്കുകയാണ് മുരളീധരന്റെ വാക്കുകൾ. സസ്പെൻഷൻ എന്നത് തെറ്റുതിരുത്തി തിരിച്ചു വരാനുള്ള മാർഗമായാണ് കോൺഗ്രസ് അനുവർത്തിച്ചു വരുന്നതെങ്കിലും രാഹുലിന്റെ കാര്യത്തിൽ അതിനുള്ള സ്കോപ്പ് പോലുമില്ലാത്ത സാഹചര്യത്തിൽ ഉചിതമായ ശക്തമായ നടപടി പാർട്ടിയിൽ നിന്നുണ്ടാകുമെന്ന കൃത്യമായ സൂചനയാണ് അദ്ദേഹം നൽകിയത്. രാഹുൽ സസ്പെൻഷനിലാണെങ്കിലും കാര്യങ്ങൾ പരിശോധിച്ച് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് താൻ മുൻപ് തന്നെ പറഞ്ഞതാണെന്ന് മുരളി ഓർമ്മിപ്പിച്ചു. രാഹുലിനെതിരെയുള്ള നടപടി വൈകിയെന്ന അഭിപ്രായമുണ്ടോ എന്ന ചോദ്യത്തിന് അതെല്ലാം ഓരോ സാഹചര്യം നോക്കിയാണ് നടപടികൾ എടുക്കുകയെന്ന് മുരളീധരൻ വ്യക്തമാക്കി. സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ രേഖാമൂലമുള്ള പരാതി പാർട്ടിയുടെയോ സർക്കാരിന്റെയോ മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ സ്ഥിതി മാറി, രണ്ടു കൂട്ടർക്കും പരാതി കിട്ടി. പഴയ സാഹചര്യം മാറിയെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. പാർട്ടി നേതാക്കളുമായി കൂടിയാലോചിച്ച് KPCC പ്രസിഡന്റ് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് താൻ കരുതുന്നതെന്നും അതിജീവിത ഇന്നലെ ഔദ്യോഗികമായി പാർട്ടി അധ്യക്ഷന് പരാതി നൽകിയെന്നും അദ്ദേഹം അത് DGPക്ക് കൈമാറുകയും ചെയ്തത് രാഹുൽ ഇപ്പോൾ സസ്പെൻഷനിലായതുകൊണ്ടാണ്. പാർട്ടിക്കാരനായിരുന്നുവെങ്കിൽ പാർട്ടി തലത്തിൽ നടപടിയെടുക്കുകയായിരുന്നു പതിവ്. രാഹുലിന്റെ കാര്യത്തിൽ വൈകാതെ തന്നെ ഒരു തീരുമാനം പാർട്ടി കൈക്കൊള്ളുമെന്നും മുരളീധരൻ തറപ്പിച്ചു പറഞ്ഞു. MLA സ്ഥാനം തുടരണോ രാജിവെക്കണോ എന്ന് രാഹുലിന് തീരുമാനിക്കാം. പൊക്കിൽ കൊടിബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. പിന്നീട് അദ്ദേഹം MLA ആയി തുടരണോ എന്ന് തീരുമാനിക്കേണ്ടത് നിയമസഭാ സ്പീക്കറാണ്. പാർട്ടി ചെയ്യാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്തയാൾ പാർട്ടിക്ക് പുറത്താണ്. പാർട്ടി ഏൽപ്പിച്ചത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതിലു ചാടാനല്ല. പാർട്ടി ഓരോ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കോ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അവർക്കെല്ലാം പാർട്ടി ഏൽപ്പിച്ചു കൊടുത്ത ഒരുപാട് കാര്യങ്ങൾ, ഔദ്യോഗിക ജോലികൾ ചെയ്യാനുണ്ട്. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ അയാൾ പൊതുപ്രവർത്തന രംഗത്ത് മാത്രമല്ല ഒരു രംഗത്തും പ്രവർത്തിക്കാൻ യോഗ്യനല്ലെന്നും കടുത്ത ഭാഷയിൽ തന്നെ അദ്ദേഹം രാഹുലിനെ വിമർശിച്ചു. രാഹുലിനെ തിരിച്ചറിയാൻ പാർട്ടി വൈകിയോ എന്ന ചോദ്യത്തിന് ആർക്ക് ആരെയാണ് തിരിച്ചറിയാനാവുക? എല്ലാവരുടെയും മനസ്സ് ക്യാമറ വെച്ച് പരിശോധിക്കാൻ പറ്റുമോ? AIക്ക് പോലും കഴിയില്ല, പിന്നെയാണോ മനുഷ്യന് എന്നായിരുന്നു മുരളിയുടെ മറു ചോദ്യങ്ങൾ. ഇപ്പോഴും ചില നേതാക്കൾ രാഹുലിനെ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ച് മുഴുവിപ്പിക്കും മുൻപേ മുരളി മറുപടിയുമായി ഇടിച്ചു കയറി. ഇനി ചില നേതാക്കൾ എന്നൊന്നുമില്ല, പുകഞ്ഞു കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തു പോകാമെന്ന ചുട്ട മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഞങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ പൊതുസമൂഹത്തിൽ ചീത്ത പേരുണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടാക്കിയാൽ പാർട്ടി നടപടിയെടുക്കും. പാർട്ടി അച്ചടക്കത്തോടൊപ്പം പാർട്ടിയുടെ സൽപ്പേരും സംരക്ഷിക്കണം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം വേണ്ടത് സദാചാരമാണ്. പാർട്ടിയുടെ അന്തസ്സ് സംരക്ഷിക്കണമെന്നും മുരളി വ്യക്തമാക്കി. KPCC പ്രസിഡന്റുമായി താൻ സംസാരിച്ചെന്നും ആക്ഷൻ ഉടൻ ഉണ്ടാകുമെന്നും നടപടിയെടുക്കാൻ ഇപ്പോൾ ഓൺലൈൻ മീറ്റിംഗ് മതിയെന്നും അതിന് KPCC അടിയന്തര യോഗം ചേരണമെന്നില്ലെന്നും പറഞ്ഞാണ് മുരളി അവസാനിപ്പിച്ചത്. പൊളിറ്റിക്കലി തന്തയില്ലാത്തവളെന്ന് പത്മജിയെ കോൺഗ്രസ് വിട്ട സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അധിക്ഷേപിച്ചതിന് പലിശയും കൂട്ടുപലിശയും ചേർത്തുള്ള മറുപടികളാണെന്ന് മുരളീധരൻ നൽകിയത്. മതിലു ചാട്ടക്കാരനെന്നും സദാചാരമില്ലാത്തവനെന്നും വ്യക്തമായി തന്നെ തിരിച്ചടിച്ചിരിക്കുന്നു. നോയിച്ചുവിട്ടവർക്ക് തിരിച്ചു പടികൊടുക്കാതെ കിടന്നാൽ ഉറക്കം വരാത്ത ലീഡറുടെ മകന് സ്വന്തം പെങ്ങളെയും അമ്മയെയും അച്ഛനെയും അധിക്ഷേപിച്ച രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇത്രയും പഞ്ചോടെ ഡയലോഗ് തിരിച്ചടിക്കാൻ കാലം കാത്തുവെച്ച അവസരം കൂടിയാണിത്. രാഹുലിനെ കുട പിടിക്കുന്നവർക്ക് നേരെ കൂടി ദയാദാക്ഷിണ്യമില്ലാതെ കടന്നാക്രമിക്കുമ്പോൾ കെ മുരളീധരൻ തെളിയുന്നത് സാക്ഷാൽ K കരുണാകരന്റെ രൂപം തന്നെ.